നമ്മുടെ സാലിക്ക് ചാർജ് ചെയ്ത് തട്ടിപ്പില്ല അല്ലെങ്കിൽ ഒരു സ്കാമിൽ ഇരയായ ഒരാളാണ് മുഹമ്മദ് ഷബീർ. അദ്ദേഹം ഇപ്പൊ നമ്മുടെ ലൈൻ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ മുഹമ്മദ് ഷബീർ. വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. ഞങ്ങൾ ഗുഡ് മോർണിംഗ്. 3 പേരുണ്ട് ഷബീർ. ഞങ്ങൾ വിദ്യയുണ്ട്, ആസിഫ് ഉണ്ട്, അക്ഷയ് ഉണ്ട്. സാലിക്ക് ചാർജ് ചെയ്തതിലൂടെ ഒരു പണം നഷ്ടപ്പെട്ട ഒരു കേസാണ്. അതെ, എന്താണ് ഷബീർ ആദ്യം തൊട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞോളൂ. ആക്ച്വലി നമ്മളെല്ലാരും സാധാരണ റീചാർജ് ഓൺലൈൻ ഡ്യൂട്ടിയാണ് സാലിക്ക് അക്കൗണ്ട് റീചാർജ് ചെയ്യാറ്. അതുപോലെ ഞാനും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് റീചാർജ് ചെയ്തതാണ്. ഓക്കെ. അപ്പോ എനിക്ക് OTP വന്നു. ഞാൻ നോർമലി നമ്മൾ OTP വന്ന് എന്താ ചെയ്യുക, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യും. OTP അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാറില്ലല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് OTP നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് വന്നു $285 എന്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പറഞ്ഞിട്ട്. ഏതാണ്ട് 1700 ദിറംസോളം കട്ടായി പറഞ്ഞിട്ട്. 50 ദിറംസിനാണ് സാലിക്ക് ആക്ച്വലി റീചാർജ് ചെയ്തത്. അതെ, സാലിക്ക് റീചാർജ് ചെയ്ത് അപ്പൊ തന്നെ OTP വന്ന് അടിച്ചു, $285 കട്ടായി. അപ്പൊ തന്നെ ഞാൻ ബാങ്കിൽ ബാങ്കിൽ നിന്ന് തന്നെയാണ് OTP വന്നത്. അതെ, ബാങ്കിൽ നിന്ന് തന്നെയാണ് OTP വന്നത്. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഞാൻ പിന്നെ ഇനിഷ്യേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ 50 ദിറംസിന്റെ സാലിക്കാണ്. എങ്ങനെയാണ് $285 സാലിക്കിന്റെ OTP എനിക്ക് മറ്റൊരു OTP എനിക്ക് ഫോൺ പേ എന്ന് പറഞ്ഞിട്ടാണ് ഒരു OTP വന്നത്. പക്ഷെ എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ഞാനത് ശ്രദ്ധിച്ചില്ല. OTP ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മള് ഈ യൂഷ്വലി ഒരു സ്റ്റാലിക്ക് ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഹെഡിങ്ങിനോടൊപ്പം തന്നെ 50 ദിർഹംസ് എന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്. ഇതിനകത്ത് 50 ദിർഹംസ് ആക്ച്വലി അങ്ങനെയാണ് വരേണ്ടത്. നമ്മൾ സാധാരണ ഓൺലൈനിലൂടെ പേയ്മെന്റ്, എല്ലാം ഓൺലൈനിലൂടെയാണ് പേയ്മെന്റ് ചെയ്യാറ്. നമ്മൾ എന്താണ് ചെയ്യുക, ജസ്റ്റ് OTP വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് പേസ്റ്റ് ആവുമല്ലോ. മനസ്സിലായി? അങ്ങനെയുണ്ട്. ജസ്റ്റ് OTP നമ്പർ അവിടെ താഴെ വരും, ഓക്കെ അടിക്കും. ഞാൻ കോണ്ടന്റ് ശ്രദ്ധിച്ചില്ല എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട്, അതാ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചു നോക്കിയില്ല എന്താണ് വന്നത്. അപ്പൊ ആക്ച്വലി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന മെസ്സേജ് OTPക്ക് ചുമ്മാ ഒരു OTP കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഷബീറ, ഒരു സംശയം കൂടെ, ആ മൂൺ പേ എന്ന് പറയുന്നതിനകത്ത് 50 ദിർഹം എന്നാണോ വന്നത് അതോ ഡോളറിലുള്ള എമൗണ്ട് ആയിരുന്നോ വന്നത്? മൂൺ പേയിൽ വന്നത് $285 തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഫേക്ക് വെബ്സൈറ്റുകളും സർവ്വസാധാരണമാണ്. സോ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ, ഇതിന്റെ ഈ ഓരോ സർവീസസിന്റെ ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെ മാത്രം, ഒഫീഷ്യൽ ആപ്ലിക്കേഷനിലൂടെ മാത്രം ട്രാൻസാക്ഷൻ ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു പരിപാടി ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ ബാങ്കിന്റെ ആപ്ലിക്കേഷനിൽ സാലിക്ക് ലിങ്ക്ഡ് ആണ്. യൂട്ടിലിറ്റി പേയ്മെന്റ്സ് ഉണ്ടല്ലോ, ദീവ, സാലിക്ക്, അതുപോലെ സാലിക്ക് അതിലൂടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് ജെന്യൂൻ ആയിട്ടുള്ള സാലിക്കിന്റെ ഇതിലേക്ക് ആ ഒരു ട്രാൻസാക്ഷൻ പോകുന്നു. 90.8 ദിൽ സേ FM